എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനിയുടെ റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള Q1 ഏർണിംഗ്സ് പ്രസൻറ്റേഷനിൽ പറഞ്ഞിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഫ്യൂച്ചർ പ്ലാന് കാര്യങ്ങൾ, ബിറ്റ്കോയിൻ ബൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ആണ് എന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള ഈ ഒരൊറ്റ കമ്പനി ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്രമാത്രമാണ്, വരുന്ന മാസങ്ങളിൽ വരുന്ന വർഷങ്ങളിൽ ബിറ്റ്കോയിൻ എത്രമാത്രം മുകളിലോട്ട് പോവാൻ മൈക്രോ സ്ട്രാറ്റജി ഇപ്പോൾ നിലവിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു ബിറ്റ്കോയിൻ ബൈയിങ് പ്രോഗ്രാം കാര്യങ്ങൾ ഇതൊക്കെ എത്രമാത്രം വലിയ രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ എന്തൊക്കെയാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ പറയുന്നത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനിയാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന ലാർജസ്റ്റ് കോർപ്പറേറ്റ് ട്രഷറി. 5,53,555 ബിറ്റ്കോയിൻ ആണ് മൈക്രോ സ്ട്രാറ്റജി ഹോൾഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈൻ്റെ 2.6% ബിറ്റ്കോയിൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $10 ബില്യൺ ക്യാപിറ്റലാണ് മൈക്രോ സ്ട്രാറ്റജി റൈസ് ചെയ്തിട്ടുള്ളത്. $6.6 ബില്യൺ അവരുടെ കോമൺ സ്റ്റോക്ക് ആയിട്ടുള്ള MSTR സെല്ല് ചെയ്തിട്ട് ആ പ്രൊസീഡ്സ് യൂസ് ചെയ്തിട്ട് ബിറ്റ്കോയിൻ വാങ്ങുന്നുണ്ട്. $2 ബില്യൺ കൺവേർട്ടബിൾ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് ആ പൈസ കൊണ്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നുണ്ട്. $1.4 ബില്യൺ ഹൈബ്രിഡ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള STRK STRF ഇഷ്യൂ ചെയ്തിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്യാപിറ്റൽ പൂൾസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നോ അത്തരത്തിലുള്ള എല്ലാ ക്യാപിറ്റൽ പൂൾസും ആക്സസ് ചെയ്തിട്ട് ആ പൈസ കൊണ്ടൊക്കെ മൈക്രോ സ്ട്രാറ്റജി ബിറ്റ്കോയിൻ വാങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. അടുത്തതായിട്ട് മൈക്രോ സ്ട്രാറ്റജി നടത്തിയ വലിയൊരു അനൗൺസ്മെൻ്റ് ആണ് നവംബറിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ബിറ്റ്കോയിൻ ബൈയിങ് പ്രോഗ്രാമിലെ ക്യാപിറ്റൽ റേസിംഗ് പ്ലാന് ഡബിൾ ആക്കിയിട്ടുണ്ട്. അതായത് നവംബറിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ $42 ബില്യൺ ബിറ്റ്കോയിൻ ബൈയിങ് പ്രോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ, അതായത് 2027 ആകുമ്പോഴേക്കും $42 ബില്യൺ ക്യാപിറ്റൽ റേസിംഗ് പ്ലാനാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാന് ഡബിൾ ചെയ്തിട്ട് 42 + 42 $84 ബില്യൺ പ്ലാനിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അതായത് $42 ബില്യൺ അറ്റ് ദ മണി ഓഫറിങ് സ്റ്റോക്ക് സെല്ലിങ്ങും $42 ബില്യൺ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് കൺവേർട്ടബിൾ ബോണ്ട് STRK STRF എന്നുള്ള കാര്യങ്ങളാണ് ഫിക്സഡ് ഇൻകത്തിലുള്ളത്. അപ്പോൾ ടോട്ടൽ $84 ബില്യൺ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള പല ആളുകളുടെയും സംശയം എന്ന് പറയുന്നത് മൈക്രോ സ്ട്രാറ്റജി എന്തിനാണ് ഇത്രയും സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നത്, അത് സ്റ്റോക്ക് ഷെയർ ഹോൾഡേഴ്സിന് നെഗറ്റീവ് അല്ലേ, സ്റ്റോക്കിൻ്റെ വില ഇനിയും താഴില്ലേ, കമ്പനി ഇൻറ്റൻഷനലി സ്റ്റോക്കിൻ്റെ വില താഴ്ത്തുകയല്ലേ എന്നുള്ള പല ഒരു കൺഫ്യൂഷൻസും പല ആളുകൾക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള ഒരു കമ്പനിയുടെ ലോങ് ടേം ഗോൾ തന്നെ മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള സ്റ്റോക്കിൻ്റെ വില കൂട്ടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബിറ്റ്കോയിനെ ഔട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിലും കൺവേർട്ടബിൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതൊക്കെ ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ കമ്പനി ചെയ്യുന്നത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്താഗതി ആദ്യം മാറ്റുക. അതിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. ഓക്കെ, അതിലവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരുടെ ഗോൾ എന്താണ് എന്നുള്ളത്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലോങ് ടേമിൽ മൈക്രോ സ്ട്രാറ്റജി ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർ ഹോൾഡർ വെൽത്ത് കൂട്ടുക എന്നുള്ളതാണ്, ഷെയറിൻ്റെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു കാര്യം നമ്മളാദ്യം മനസ്സിലാക്കണം. അതായത് നമ്മൾ മൈക്രോ സ്ട്രാറ്റജി വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിറ്റ്കോയിൻ വാങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ മൈക്രോ സ്ട്രാറ്റജി വാങ്ങിക്കുന്നത്, അല്ലാതെ ഒരു നോർമൽ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്നത് പോലെയല്ല. അപ്പോൾ അവർ ബിറ്റ്കോയിൻ വാങ്ങാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ ഷെയർ ഹോൾഡർ നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവരുടെ മെയിനായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഔട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ വ്യക്തമായിട്ട് ഈ ഒരു പ്രസൻറ്റേഷനിൽ പറയുന്നുണ്ട് ഭാവിയിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ ഷെയർ കൂട്ടാനാണ് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജിയുടെ ഷെയറിൻ്റെ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ മൈക്രോ സ്ട്രാറ്റജിയുടെ റിട്ടേണും ബിറ്റ്കോയിൻ്റെ റിട്ടേൺ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ നിലവിലെ YTD റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.86% ആണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ YTD റിട്ടേൺ വെറും 28.53% ആണ്. ബിറ്റ്കോയിൻ്റെ 1 ഇയർ റിട്ടേൺ 55% ആണ് എന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ 1 ഇയർ റിട്ടേൺ 206% ആണ്. ഇതിപ്പോൾ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ, 2 ഇയർ ആണെന്നുണ്ടെങ്കിൽ, 3 ഇയർ ആണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ വാങ്ങാൻ തുടങ്ങിയത് മുതൽക്കേ ഉള്ള മൈക്രോ സ്ട്രാറ്റജിയുടെ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലാണ്
ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ ഔട്ട് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ ഔട്ട് പെർഫോം ചെയ്യാനാണ് മൈക്രോ സ്ട്രാറ്റജി വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ലോങ് ടേമിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു ഈ ഒരു ഇപ്പോൾ മൈക്രോ സ്ട്രാറ്റജി $42 ബില്യൺ ടോട്ടൽ $84 ബില്യൺ ക്യാപിറ്റൽ റേസിംഗ് പ്ലാൻ കൂട്ടിയിട്ടുണ്ട് അല്ലേ. അതായത് ഈ ഒരു $84 ബില്യൺ $21 ബില്യൺ ഓൾറെഡി കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ ഒരു കൺവേർട്ടബിൾ ബോണ്ട് $5 ബില്യൺ ഓൾമോസ്റ്റ് കഴിഞ്ഞു. സോ ഇനി അടുത്തൊരു 2027 ആകുമ്പോഴേക്കും ഇനി ഈ ഒരു ക്യാപിറ്റൽ പ്ലാനിലുള്ളത് ടോട്ടൽ $57 ബില്യൺ ഒരു ഫണ്ട് റേസിംഗ് ആണുള്ളത്. അതായത് അടുത്തൊരു 2 വർഷം കൊണ്ട് ഈ ഒരു 2025, 26, 27 ആകുമ്പോഴേക്കും ഈ ഒരു 2-2.5 വർഷത്തിൻ്റെ ഉള്ളിൽ മൈക്രോ സ്ട്രാറ്റജി ഏകദേശം $57 ബില്യൺ ബിറ്റ്കോയിൻ വാങ്ങാൻ പോവുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ മൈക്രോ സ്ട്രാറ്റജി എന്നുള്ളൊരു കമ്പനി ബിറ്റ്കോയിനിൽ എത്രമാത്രം വലിയൊരു ഡിമാൻഡാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ 2 ബുൾ മാർക്കറ്റിൽ എന്തായിരുന്നു മെയിനായിട്ട് ബിറ്റ്കോയിനിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിമാൻഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ 2016-17 ബുൾ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു റീറ്റെയിൽ ഫോമോ ഡ്രിവൺ ഒരു ബുൾ മാർക്കറ്റ് ആയിരുന്നു 2016-17 അല്ലേ. ഇപ്പോൾ 2017 ബുൾ മാർക്കറ്റിലൊക്കെയാണ് ഞാൻ ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നത്. സോ അന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ICO കൂടുതലും വരുന്നുണ്ടായിരുന്നു. ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ, പുതുതായിട്ടുള്ള ക്രിപ്റ്റോ കറൻസികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇത്തേറിയം പോലുള്ള, മറ്റുള്ള ഇത്തേറിയത്തെ പോലുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ, ഒരുപാട് ICOs ഉണ്ടായിരുന്നു, ഇനീഷ്യൽ കോയിൻ ഓഫറിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള ICOസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ. അപ്പോൾ ആളുകൾ എന്ത് വില കൊടുത്തും ബിറ്റ്കോയിൻ വാങ്ങുകയും ഇത്തരത്തിലുള്ള ICOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ അന്ന് 2017 കണ്ടത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഒരു സമയത്തെല്ലാം കോയിൻ ബേസിൽ ഡെയിലി 1,00,000 ആളുകൾ വരെ സൈനപ്പ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഒരു പീക്ക് ലെവലിൽ ആണ് റീറ്റെയിൽ ഡിമാൻഡ് അന്ന് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല ബിറ്റ്കോയിൻ ഭയങ്കരമായിട്ട് ഒരു ഗ്ലോബലി മീഡിയ അറ്റൻഷൻ കിട്ടുന്നതും ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നതും ഒക്കെ 2017 അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് മെയിനായിട്ട് ഒരു റീറ്റെയിൽ ഡ്രിവൺ ഡിമാൻഡാണ് 2016-17 ഒരു ബുൾ മാർക്കറ്റ് ഉണ്ടാവുകയും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം $454 മുതൽക്ക് $19,800 ഏകദേശം $20,000 അടുത്ത് വരെ ഈ ഒരു 2017 ബുൾ മാർക്കറ്റിന് എൻഡിൽ എത്തുക ഉണ്ടായി അല്ല. പക്ഷേ അതേസമയം നമ്മൾ 2020-21 നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെ ഒരു റീറ്റെയിൽ ഡ്രിവൺ ഡിമാൻഡിലുപരി ഏറ്റവും കൂടുതൽ വലിയൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡാണ്. ഓക്കെ, ഇപ്പോൾ 2020-21 നമ്മൾ നോട്ടബിൾ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള 3 എൻറ്റിറ്റീസ്, അതായത് ഗ്രേ സ്കെയിൽ ബിറ്റ്കോയിൻ ട്രസ്റ്റും മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനിയും ടെസ്ല എന്നുള്ള കമ്പനിയും വാങ്ങിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്കോയിൻ മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ ഒരു സിഗ്നിഫിക്കൻ്റ്ലി വലിയൊരു എമൗണ്ട് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഈ 3 എൻറ്റിറ്റിയും കൂടിയിട്ട് 2020 ബിഗിനിങ് മുതൽക്ക് 2021 എൻഡ് വരെ വാങ്ങിയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്കോയിൻ 5,51,208 ബിറ്റ്കോയിൻ ആണ്. പക്ഷേ അതേ പീരീഡിൽ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്കോയിൻ മൈൻ ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് വെറും 7,74,900 ബിറ്റ്കോയിൻ ആണ്. അതായത് 71%, അതായത് ടോട്ടൽ മൈൻ ചെയ്ത ബിറ്റ്കോയിൻ്റെ 71% ബിറ്റ്കോയിനും ഈ 3 എൻറ്റിറ്റി കൂടി മാത്രമാണ് വാങ്ങിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കൊറോണ കഴിഞ്ഞതിന് ശേഷമുള്ള വലിയ രീതിയിലുള്ള ലാർജ് സ്കെയിൽ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ഡിമാൻഡാണ് 2020-21 ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ വലിയ രീതിയിൽ മുകളിലോട്ട് കൊണ്ടുപോയത്. ഏകദേശം $7,161 ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസ് 2021 നവംബറൊക്കെ ആയപ്പോഴേക്കും ഏകദേശം $69,000 അടുത്താണ് എത്തിയത് അല്ലേ. ഏകദേശം 864% റിട്ടേൺ. സോ 2016-17 പ്യുവറായിട്ടുള്ളൊരു റീറ്റെയിൽ ഡിമാൻഡാണ് എന്നുണ്ടെങ്കിൽ 2020-21 ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡോപ്ഷൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ 2024-25 വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 2020-21 കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 2020-21 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മൈൻ ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻ്റെ 71% ആണ് ഈ ഒരു 3 എൻറ്റിറ്റികളും കൂടിയിട്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടിയിട്ട് വാങ്ങിയത് എന്നുണ്ടെങ്കിൽ 2024-25 ഇനി കഴിഞ്ഞിട്ടില്ല, Q1 ആണ് ആയിട്ടുള്ളൂ. ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ മൈൻ ചെയ്ത ബിറ്റ്കോയിൻ്റെ ഏകദേശം 3.5 ഇരട്ടി, അതായത് 354% കൂടുതലാണ് ഈ ഒരു 2 എൻറ്റിറ്റിയും കൂടിയിട്ട് ബിറ്റ്കോയിൻ വാങ്ങിയിരിക്കുന്നത്. മൈക്രോ സ്ട്രാറ്റജിയും
ഗ്രേ സ്കെയിൽ ഒഴികെയുള്ള ബാക്കിയുള്ള ETF-കളും. അതായത് ഈ 2 എൻറ്റിറ്റിയും കൂടി വാങ്ങിയിരിക്കുന്നത് ഇതുവരെ 1.3 മില്യൺ ബിറ്റ്കോയിൻ ആണ്. ഈ ഒരു 2 വർഷം കൊണ്ട് 2024 ബിഗിനിങ് മുതൽക്ക് 2025 എൻഡ് വരയ്ക്കും മൈൻ ചെയ്യപ്പെടാൻ പോകുന്ന ബിറ്റ്കോയിൻ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 3,78,900 ബിറ്റ്കോയിൻ ആണ്. പക്ഷേ ഓൾറെഡി 2 എൻറ്റിറ്റിയും കൂടി വാങ്ങിയിരിക്കുന്നത് എത്രയാണ്? 1.3 മില്യൺ ബിറ്റ്കോയിൻ ആണ്. അപ്പോൾ അത്രയും വലിയൊരു ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ 71% കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 4 ഇരട്ടിയിലും മുകളിലാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു ഡിമാൻഡ്. ഈ ഒരു വർഷം ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ അത് മാത്രമല്ല, ഇതിപ്പോൾ ഇതുവരെയുള്ള ഫിഗേഴ്സാണ്. ഇനി നമ്മളിവിടെ പറഞ്ഞ പോലെ ഈ ഒരു ഇപ്പം നിലവിലുള്ള ഈ ഒരു $84 ബില്യൺ ക്യാപിറ്റൽ പ്ലാനിൽ ഇനിയും മൈക്രോ സ്ട്രാറ്റജിക്ക് $57 ബില്യൺ എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു $57 ബില്യൺ ബൈയിങ് പ്രഷറും കൂടി വരുന്ന സമയത്ത് അത് ഇന്നത്തെ പ്രൈസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 ലക്ഷം ബിറ്റ്കോയിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇത്രയും ബിറ്റ്കോയിൻ വാങ്ങുമ്പോഴേക്കും 2024-25 ഈ ഒരു 2 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു 354% പകരം മേ ബി ചിലപ്പോൾ ഒരു 400-500% മുകളിലാവാനുള്ള സാധ്യതയുണ്ട്. സോ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ ഒരു 4-5 ഇരട്ടി ഡിമാൻഡാണ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ സൈഡിൽ നിന്ന് മാത്രമുള്ളൊരു ഡിമാൻഡാണ് ഈ ഒരു പറയുന്നത്. ഓക്കെ, സോ പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിറ്റ്കോയിൻ നാളെ കൂടുമെന്നോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൂടും, അടുത്ത മാസം കൂടും, അത്തരത്തിലുള്ള ഒരു പ്രൈസ് പ്രഡിക്ഷനോ കാര്യങ്ങളൊന്നുമല്ല. ബിറ്റ്കോയിൻ കൂടാൻ ഉള്ള സമയമാകുമ്പോൾ ബിറ്റ്കോയിൻ കൂടും, ബിറ്റ്കോയിൻ കുറയാനുള്ളൊരു സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ കുറയും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിരിക്കും സാധിക്കില്ല. പകരം ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്തായാലും ലോങ് ടേമിൽ വലിയ രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ടുള്ളൊരു ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള ഒരു കാര്യമാണ്. സോ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് സമയം കളയുന്നതിന് പകരം ബിറ്റ്കോയിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, പറ്റാവുന്നത്ര ബിറ്റ്കോയിൻ വാങ്ങാൻ ശ്രമിക്കുക. വരുന്ന മാസങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വലിയൊരു പ്രൈസിലോട്ട് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കത് ഹെൽപ്ഫുൾ ആവും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി, ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.